ഫസ്റ്റിൽ ഉംറയ്ക്ക് പോകുന്ന ആളൊന്ന് കൈപ്പൊന്തി. യെസ്, ഓക്കെ. അപ്പം അൽഹംദുലില്ലാ പല ആളും പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ കാത്തു നിൽക്കുകയാണ്. മനസ്സിലൊരു നിയ്യത്ത് വെച്ചില്ല നിങ്ങൾ? നിയ്യത്ത് നമ്മൾ വെച്ചുല്ലേ? ഇനി നമുക്ക് അവിടെ എത്തേണ്ട ആഗ്രഹമാണ് ഇപ്പം മനസ്സിലുള്ളത്. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അള്ളാഹുവിനോട് നിങ്ങൾ ഒരുപാട് കാലം പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യം അത് നിറവേറാൻ പോവുകയാണ്. പുണ്യപ്രവാചകന്റെ പാദസ്പർശമേറ്റ ആ പുണ്യഭൂമിയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ സൗദി അറേബ്യയിൽ ജീവിച്ചിരിക്കുന്ന പല ആളുകൾക്കും ഉംറ ചെയ്യാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകളുണ്ട്. ഉംറയ്ക്ക് പോകാൻ ഭാഗ്യം ലഭിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ആരാണ്? അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ളുയൂഫുകളായിക്കൊണ്ട്, അതിഥികളായിക്കൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കാൻ പോകുന്ന ആളുകളാണ്. മാഷാ അല്ലാഹ്. ഇതിന് പടച്ചുകൊണ്ടൊരു വിധി വേണം. ഖാനയിലുള്ള അലി അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ട്. പാവപ്പെട്ടൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരു ദിവസം ഡ്രോൺ എന്ന് പറയുന്ന ഒരു കുഞ്ഞു വിമാനം ഇല്ലേ അല്ലേ, ചാനലുകാർ ഉപയോഗിക്കുന്ന, ഫോട്ടോഗ്രാഫർമാർ ഉപയോഗിക്കുന്ന ഡ്രോൺ എന്ന് പറയുന്ന ഒരു കുഞ്ഞു വിമാനം കണ്ടിട്ടില്ലേ? നമ്മുടെ കല്യാണ വീടുകളിലൊക്കെ ഉണ്ടാവും ഇപ്പം. അങ്ങനെ ഈ ഡ്രോൺ ഒരു ടർക്കിഷ് കമ്പനിയുടെ പിടുത്തം വിട്ടിട്ട് അവരെന്ത് ചെയ്താന്ന് പറഞ്ഞാൽ ഈ വീട്ടിൻ്റെ മുമ്പ് പോയി വീണതാണ്. ഇയാൾ കൈമലെടുത്ത് പിടിച്ചു ഈ സാധനം. അങ്ങനെയാണ് ഈ ടീം അന്വേഷിച്ച് വരുന്നത്. എന്തിനെക്കുറിച്ച്? ഈ ഡ്രോൺ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കി വരുമ്പോഴാണ് ഈ സാധനം ഇവരെ കൈമ കാണുന്നത്. ഇവരങ്ങ് കൊടുക്കുമ്പം ഈ ടീം ചോദിച്ചു, ടർക്കിഷ് കമ്പനിയുടെ ഈ വീഡിയോ ടീം ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുന്ന സാധനം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇയാൾ പറഞ്ഞു, ഇതൊരു വലിയ വിമാനമായിരുന്നെങ്കിലുണ്ടല്ലോ എനിക്കൊരു ഹജ്ജിന് പോവാമെന്ന് പറഞ്ഞു. വലിയൊരു വിമാനമായിരുന്നു, എനിക്ക് ഹജ്ജിന് പോകാമായിരുന്നു. പക്ഷെ കുഞ്ഞി സാധനമായതുകൊണ്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ വാർത്ത വൈറലായി. ആ ഗവൺമെൻറ് ഈ വീഡിയോ ഏറ്റെടുത്തു, ഈ വൈറലായ കാര്യം. അങ്ങനെ ആ വർഷത്തെ ഹജ്ജിന് വേണ്ടിയിട്ട് അലി അബ്ദുള്ള എന്ന് പറയുന്ന ഈ മനുഷ്യന്, ഖാനക്കാരനായ മനുഷ്യന് സൗജന്യമായി അവിടെ എത്താനുള്ള ഭാഗ്യം ലഭിച്ചു. മാഷാ അല്ലാഹ്. ഇതാണ് നിമിത്തം എന്നൊക്കെ പറയുന്നത്. ഒരുപാട് നിമിത്തം നമ്മളിങ്ങനെ തൻ്റെ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ച ആളുകളുണ്ടാവും അവിടെ എത്തണമെന്ന്. ചിലപ്പം ഒരുപക്ഷെ ഈ നാട്ടിൽ വന്നപ്പം മക്കൾ പറഞ്ഞു, മോൻ പറഞ്ഞു, വാപ്പ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, നിങ്ങളൊന്ന് ഉംറയ്ക്ക് പോയിക്കോളി. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം, നിമിത്തങ്ങളുണ്ടാവാം. അപ്പം ഞാൻ പറഞ്ഞു വന്നിരുന്നത്, ഇത് അള്ളാഹുവിൻ്റെ വല്ലാത്തൊരു വിധിയാണ്. നമ്മൾ വിചാരിക്കും ഉംറ എന്ന് പറഞ്ഞാൽ ഒരുപാട് കർമ്മങ്ങൾ കൊണ്ട്, ഒരുപാട് പ്രാർത്ഥനകൾ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ടുന്നൊരു കർമ്മമായിരിക്കും. നമ്മളൊക്കെ ചിലപ്പോൾ മനസ്സിലുണ്ടെങ്കിൽ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിന, നിങ്ങൾക്ക് അറിയാമോ? പഠിച്ചില്ലേ? പള്ളി കയറുമ്പോൾ അല്ലാഹുമ്മ ഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പ്രാർത്ഥിക്കാറില്ലേ? അല്ലേ? അതിൻ്റെ കൂടെ 1, 2, 3 പ്രാർത്ഥനയും കൂടി പഠിച്ചു കഴിഞ്ഞാൽ എന്തായി എന്നറിയോ? നമ്മുടെ ഉംറയുടെ കർമ്മങ്ങളായി. നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നമ്മൾ വീട്ടിൽ നിന്നും റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ ഒന്നാമതായി നമ്മൾ പറയും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. റെഡി? നമ്മൾ എവിടെ നിന്ന് ഇറങ്ങുന്നു? വീട്ടിൽ നിന്ന്, റൂമിൽ നിന്ന് ഇറങ്ങുന്നു. എന്തിനാ പോകുന്നത്? ഉംറ കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എന്ത് പ്രാർത്ഥിച്ചു? കിട്ടില്ലേ? ഇതറിയാവുന്ന പ്രാർത്ഥനയല്ലേ? ഇത് ഉംറയുടെ കർമ്മത്തിൽപ്പെട്ടതല്ല കേട്ടോ. നമ്മുടെ ഉംറ അത് പൂർണ്ണമാകാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ തുടക്കം പറയുന്നത്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. വാഹനത്തിൽ കയറുമ്പം ബിസ്മില്ലാ എന്ന് പറഞ്ഞ് വലത് കാലം കൊണ്ട് എടുത്തു വെക്കും. സുബ്ഹാനല്ലദീ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ.
സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻകലിബൂൻ. ഈ പ്രാർത്ഥന കേട്ടപ്പോൾ നിങ്ങൾ പേടിച്ചോ? ഇല്ല, പേടിക്കേണ്ടതാ. നിങ്ങളുടെ ഇമാമാണ്, അമീറാണ് ആ ഇരിക്കുന്ന ആള്. ഒന്ന് നോയിക്കോളൂ ശരിക്കും എല്ലാവരും. അവരെ കൂടെ പോയാൽ അൽഹംദുലില്ലാ മാഷാ അല്ലാ, ഞാൻ കഴിഞ്ഞ യാത്ര ഉംറയ്ക്ക് അവരുടെ കൂടെയാണ് പോയത്. അവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. 100 അല്ല 101%. നിങ്ങളെ അവിടെ എത്തിയിട്ട് മഖ്ബൂലും ഒരു മബ്റൂറുമായ ഉംറ എങ്ങനെ ചെയ്യണമോ നിങ്ങളെ ചെയ്യിച്ചിട്ടാണ് നമ്മുടെ അമീർ എന്ത് ചെയ്യുക? നമ്മളെ തിരിച്ചയക്കുക. അപ്പം ഈ പ്രാർത്ഥന നമുക്കറിയില്ലെങ്കിൽ പ്രശ്നമാക്കേണ്ട, എവിടുന്ന് ചൊല്ലിത്തരും. അമീർ സ്റ്റാർട്ട് ചെയ്യുമ്പം, വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പം അമീർ തന്നെ ഈ സാധനം ചൊല്ലിത്തരും. യാത്രയുടെ സമയത്ത് മറ്റൊരു പ്രാർത്ഥന കൂടിയുണ്ട്. അത് നമുക്കൊരു പുസ്തകം തരും. ആ പുസ്തകത്തിലുണ്ട്. ഇനി ഉംറയുടെ രൂപം എങ്ങനെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒന്ന്, ഇഹ്റാമിൽ പ്രവേശിക്കൽ. ഓർമ്മണ്ട? മനസ്സിലിങ്ങനെ നിൽക്കൂലേ? ഇഹ്റാമിൽ ഞാൻ ലാസ്റ്റിലൊരു ചോദ്യമുണ്ട്. 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പം നിങ്ങളെനിക്കൊരു ഉത്തരം പറഞ്ഞു തരണം. ഒന്ന്, ഇഹ്റാമിൽ പ്രവേശിക്കൽ. അത് ഒരു മീക്കാത്തിലെത്തിയാൽ നിങ്ങൾ ഇവിടെ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടതെന്ന് ആര് പറഞ്ഞു തരും? നമ്മുടെ അമീർ. അതിനുള്ള നമ്മൾ എന്തൊക്കെയാണോ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അമീർ പറഞ്ഞു തന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇഹ്റാമിൽ പ്രവേശിക്കുന്നത്. അപ്പം അതിന് കുളിച്ച് ശുദ്ധി വരുത്തണം. നമ്മൾ എന്തെങ്കിലും ശരീരത്തിൽ അഴുക്കുകളൊക്കെ ഉണ്ടാവില്ലേ നമ്മളെ, അതൊക്കെ നീക്കം ചെയ്തിട്ട് കുളിച്ച് വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇഹ്റാമിലേക്ക് പ്രവേശിക്കാൻ പോകേണ്ടത്. പുരുഷന്മാർക്ക് സുഗന്ധം എവിടെ ഉപയോഗിക്കാം? ശരീരത്തിൽ പുരട്ടാം, ഉപയോഗിക്കാം. ഡ്രസ്സിലല്ല ഉപയോഗിക്കേണ്ടത്. ഒന്നായിട്ട് അത്രയൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യുക? നല്ലോണം ഒന്ന് ശരിക്ക് പുരുഷന്മാർ എന്ത് ചെയ്യണം? ശരീരത്തിൽ ആ അത്തർ പൂശുക. ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക. ഇഹ്റാമിൻ്റെ വസ്ത്രം എന്ന് പറഞ്ഞാൽ ഈ വസ്ത്രമാണ്. ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ ഇതാ, ഇങ്ങനെ കൂടി ഇടുക. 2 വസ്ത്രം ഉണ്ടാകുന്നത്. ഒന്ന് നമ്മൾ ഉടുക്കുകയാണ് ചെയ്യുക. രണ്ടാമത്തത് ഇതിങ്ങനെ, ഇത് എവിടെ ഉണ്ട്? ഇടത് തോളിൽ എന്തുണ്ടാവും? ഇടത് തോളിൽ ഇങ്ങനെ ഇങ്ങോട്ടാക്കിയിട്ട് രണ്ടാമത്തത് ഇങ്ങനെ ഇങ്ങോട്ട്. ഒന്ന് ഇഹ്റാമിൻ്റെ വസ്ത്രം നമ്മൾ ആക്കുമ്പോൾ ഇങ്ങനെ ചുറ്റിയിട്ട് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ. അപ്പൊ കൈയൊന്ന് ഇവിടെ വെച്ചാൽ നമുക്ക് എന്താവും എന്നറിയോ? കൈയൊന്ന് ഇവിടെ വെച്ചാൽ ഇങ്ങനെ. റെഡി? കാണിക്കണ്ടല്ലോ. ഒന്നായിട്ട് മൂടുക. ഇതാണ് നമ്മൾ ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ. പുരുഷന്മാർക്ക് 2 വസ്ത്രമാണ് ഉണ്ടായിരിക്കുക. ഒന്ന് ഉടുക്കാൻ വേണ്ടിയിട്ട്, രണ്ടാമത്തത് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ പുതക്കാൻ വേണ്ടിയിട്ട്. തുന്നിക്കൂട്ടിയ ഒരു വസ്ത്രവും ആർക്ക് പാടില്ല? പുരുഷന്മാർക്ക് പാടില്ല. നമ്മൾ അടിയിൽ ഉപയോഗിക്കുന്ന ജഡ്ഡി എന്താണ്? തുന്നിക്കൂട്ടിയ വസ്ത്രമാണ്, അടിച്ചുണ്ടാക്കിയതാണ്. ഒരു കാരണവശാലും എന്തുപയോഗിക്കാൻ പാടില്ല? ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിക്കുമ്പോൾ അടിവസ്ത്രം പോലെയുള്ള സാധനങ്ങളൊക്കെ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. ചെരുപ്പ് ഉപയോഗിക്കാം, പക്ഷെ അതിൻ്റെ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല? പൂർണ്ണമായും മൂടുന്ന രൂപത്തിലുള്ള ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ? സ്ത്രീയാണെങ്കിൽ മുൻകൈയും മുഖവും ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഭാഗങ്ങളും മറയുന്ന ഡ്രസ്സുകൾ ഉപയോഗിക്കാം. കയ്യുറ പാടില്ല. താഴോട്ട് താഴ്ത്തിയിടുന്ന നിക്കാബ് രൂപത്തിലുള്ള വസ്ത്രം പാടില്ല. അപ്പോൾ ജെൻസിനാണെങ്കിൽ 2 വസ്ത്രം, സ്ത്രീക്കാണെങ്കിൽ അവർക്ക് സാധാരണ ഇസ്ലാമിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഡ്രസ്സുകളൊക്കെ ഉപയോഗിക്കാം. അതിന് എന്ത് പാടില്ല? കയ്യുറ പാടില്ല. അപ്പം ആ കൈ പുറത്തായിരിക്കണം. രണ്ടാമത്തതോ, മുഖവും മറിഞ്ഞിരിക്കാൻ പാടില്ല, മുഖവും വെളിവാകണം. അത് മനസ്സിലായല്ലോ? മനസ്സിലായി.
ഇനി ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ ഒരു നമസ്കാരാനന്തരം എന്ത് ചെയ്യലാണ് നല്ലത്? ഇഹ്റാമിൽ പ്രവേശിക്കലാണ് നല്ലത്. ഒരു നമസ്കാരത്തിൻ്റെ ശേഷം ഇഹ്റാമിൽ പ്രവേശിക്കലാണ് നല്ലത്. ഇഹ്റാമിൻ്റെ വസ്ത്രം ധരിച്ച് നാം ഉംറക്കായിട്ട് ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ പറയേണ്ട പ്രാർത്ഥന ഒരു നിയ്യത്താണ്. നമ്മൾ മനസ്സിൽ ആ നിയ്യത്ത് ദൃഢമാക്കിയിട്ട് ബാഹ്യമായിട്ട് നമ്മൾ പറയണം. എന്താ പറയേണ്ടതെന്നറിയോ? അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ, അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ. ചില ആളുകൾ തിരിച്ചു പഠിച്ചിട്ടുണ്ടാവും. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന് പഠിച്ച ആളുകളുണ്ടാവും ഒരു പക്ഷേ മദ്രസയിൽ. ഈ രണ്ട് രൂപത്തിൽ പറഞ്ഞാലും അത് വെളിവാക്കിയിട്ട് പറയണം. ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്നോ അല്ലാഹുമ്മ ലബ്ബൈക ഉംറത്തൻ, അല്ലാഹുവേ നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നതാണ്. നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന വാക്കാണത്. അതാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മസ്ജിദുൽ ഹറമിൽ എത്തുന്നത് വരെ നമ്മൾ ചൊല്ലേണ്ട തൽബിയത്തുണ്ട്. ആ തൽബിയത്ത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അത് പഠിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യണ്ട? മനസ്സിൽ ഒരാദിയും വിഷമവും ആർക്കും വേണ്ട. ഞാൻ പറഞ്ഞ അതൊക്കെ അമീർ ആദ്യം തന്നെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ആ കാര്യങ്ങൾ പഠിപ്പിച്ചിട്ട് നമ്മളോടൊപ്പം ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ചൊല്ലിത്തരും. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹു നിന്റെ വിധിക്കിതാ ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു പറഞ്ഞുകൊണ്ടാണ്. ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിനക്കൊരു പങ്കുകാരില്ല പടച്ചോനെ. അതാണ് പ്രഖ്യാപനം. ഒരു പങ്കുകാരനും ആർക്കില്ല, അല്ലാഹുവിനില്ല എന്ന പ്രഖ്യാപനമാണ്. ഇന്നൽ ഹംദ വന്നിഅമത, ഹംദും നിഅമത്തും ഒക്കെ നിനക്കാണ് പടച്ചോനെ. ലകവൽ മുൽക്ക്, നിനക്കാണ് ആധിപത്യം. ലാ ശരീക ലക്ക്, നിനക്ക് എന്തില്ല, പങ്കുകാരില്ല. അവിടം വരെ ഏകദേശം ഒരു ധാരണ കിട്ടിയില്ലേ? ഇത് പുരുഷന്മാർ ചൊല്ലുമ്പോൾ ഉറക്കനെ ചൊല്ലണം. സ്ത്രീ ചൊല്ലുമ്പോൾ എന്ത് മതി? അവർ കേൾക്കുന്ന രൂപത്തിൽ ഒന്ന് ചെറുതായിട്ട് ചൊല്ലിയാൽ മതി. പക്ഷെ അവരും ചൊല്ലണം. നിങ്ങൾ ഇവിടുന്ന് തുടങ്ങിയിട്ട് അവിടുന്ന് എവിടുന്നാണോ മീക്കാത്ത പ്രവേശം അവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഒരു പക്ഷേ ചെല്ലാൻ പറ്റിയിട്ടില്ലെങ്കിലും പരമാവധി സമയങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റുക? ഈ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക തൽബിയത്ത് എന്നാണ് അറബി പറയാം. തൽബിയത്ത്. അങ്ങനെ നമ്മൾ മസ്ജിദുൽ ഹറമിൽ അങ്ങോട്ട് പ്രവേശിക്കാൻ പോവുകയാണ്. മാഷാ അല്ലാഹ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ പറയുന്നത് എന്താണ്? കഅബ. നമ്മൾ എത്രയോ കാലമായിട്ട് തിരിഞ്ഞു നിന്നിട്ട് അങ്ങോട്ട് കൈ ഉയർത്തിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിച്ചത് അല്ലേ? അവിടേക്ക് തിരിഞ്ഞ നമ്മൾ നമസ്കരിച്ചത്. ആ സാധനം നമ്മളെ മുമ്പിൽ അങ്ങോട്ട് പ്രത്യക്ഷപ്പെടുകയാണ്. ആ സമയത്ത് നമുക്ക് എന്താണോ മനസ്സിൽ വിചാരിക്കേണ്ടത് ആ സാധനമൊക്കെ മനസ്സിലങ്ങോട്ട് വിചാരിക്കാം. ഇവിടെയാണ് മനുഷ്യന്മാർ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കണ്ണുകൾ കലങ്ങുന്ന സംഭവം നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നമുക്കെന്തെല്ലാം പറയാനുണ്ടോ തൻ്റെ റബ്ബിനോട്, എവിടേക്കാണ് തിരിഞ്ഞ് നമസ്കരിച്ചിരിക്കുന്ന ആ സ്ഥലത്തേക്ക് നോക്കിയിട്ട് നമ്മൾ പറയാണ് ഇരു കൈ ഉയർത്തിക്കൊണ്ട് പടച്ചോനെ എന്ന് വിളിച്ചിട്ട് നമ്മൾ ഓരോ ആളുകളും പറയുകയാണ്. അങ്ങനെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ പള്ളി കയറുമ്പോൾ ഒരു ദുആ ഉണ്ട്. എന്തായിരുന്നു? അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക എന്ന് പറയുന്ന പ്രാർത്ഥന മസ്ജിദുൽ ഹറമിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ചൊല്ലണം. അല്ലാഹുമ്മ അഫ്തഹ് ലീ അബ്വാബ റഹ്മതിക. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അങ്ങോട്ട് കടക്കുന്നു. അപ്പോഴാണ് നമ്മൾ എന്ത് കാണുന്നത്? നമ്മൾ പറയുന്ന ഈ കഅബ കാണുന്നത്.
ഈ കാബക്ക് ചുറ്റുമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? തവാഫ് ചെയ്യേണ്ടത്. എന്താ തവാഫ് എന്ന് പറഞ്ഞാൽ? പ്രദക്ഷിണം, ചുറ്റുങ്ങനെ നടക്കുക. എത്ര പ്രാവശ്യം നടക്കണം എന്നറിയാമോ? 7 പ്രാവശ്യം. 7 പ്രാവശ്യമാണ് ഇതിന് ചുറ്റും നടക്കേണ്ടത്. അങ്ങനെ ആ തവാഫ് നടത്തുന്ന സ്ഥലത്തിൻ്റെ പേരാണ് മതാഫ് എന്ന്. മതാഫ്. ആ മതാഫിലാണ് നമ്മൾ എന്ത് നടത്തുക? തവാഫ് നടത്തുക. ആ തവാഫ് നടക്കുമ്പം നമ്മളെ വസ്ത്രം എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ, നേരത്തെ സാറ് സൂചിപ്പിച്ച രൂപത്തിൽ ഇങ്ങനെ ഇങ്ങോട്ട് വലത് കക്ഷം എന്തായി? ഒഴിവായി. വലത് കക്ഷം ഒഴിവായിട്ട് ഇതാ കണ്ട. അതുവരെ നമ്മൾ മൂടിയതായിരുന്നു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? തൻ്റെ വലത് കക്ഷത്തിലൂടെ ഡ്രസ്സ് ഇട്ടിട്ട് ബാക്കി 2 തലയും എങ്ങോട്ടാ പോയത്? ചുമരിലേക്ക്. ഇതിനാണ് ഇൽത്തിബാൾ എന്ന് പറയാം. എന്താണ് ഇൽത്തിബാൾ? ഇത് പുരുഷന്മാർ എന്ത് ചെയ്യണം? തവാഫ് അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ തവാഫ് ആരംഭിക്കുന്നതോട് കൂടി എന്ത് ചെയ്യണം? ഈ ഇൽത്തിബാളിലാണ് നമ്മൾ എന്തുള്ളത്? ഈ കർമ്മങ്ങൾ ഈ രൂപത്തിലാണ് കർമ്മം ചെയ്യേണ്ടത്. ഞാനിത് മാറ്റി വെക്കാം. ശേഷം നമ്മൾ ഹജറുൽ അസ്വദ്, എത്ര മൂലയാണുള്ളത്? ഹജറുൽ അസ്വദ് ഇങ്ങനെയാണ് സപ്പോസ് വിചാരിക്കെങ്ങനെ. അപ്പൊ ഇതാണ് എന്ത് അല്ലേ? ഹജറുൽ അസ്വദ് ഓർമ്മല്ലേ? ഒരു മുത്തുന്ന അല്ലേ, ഒരു ദ്വാരം. ആ സാധനമാണിത്. ഇവിടുന്നാണ് എന്ത് ആരംഭിക്കാന്നറിയോ? നമ്മൾ ഇവിടുന്നാണ് ഇറങ്ങിയതെങ്കിലും ശരി, ആരംഭിക്കേണ്ടത് എവിടുന്നാണ്? ഹജറുൽ അസ്വദിൽ നിന്നാണ് ആരംഭിക്കേണ്ടത്. കിട്ടില്ലേ? ഈ ഹജറുൽ അസ്വദ് നമുക്ക് മറിഞ്ഞു കിടക്കുകയാണെങ്കിൽ നമുക്കൊരു അടയാളം കാണാം. പച്ച ലൈറ്റ് അതിൻ്റെ നേരക്ക് ഇങ്ങനെ മസ്ജിദുൽ ഹറമിൻ്റെ മുകളിൽ ഒരു പച്ച ലൈറ്റ് കാണാം. അവിടെ എത്തിയാൽ നമുക്ക് മനസ്സിലാവാം എന്തെന്ന്. നമ്മൾ ശരിക്കും കണ്ടിട്ടില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാം ഇതാണ് ഇതിൻ്റെ കോർണർ എന്ന് മനസ്സിലാക്കാം. അപ്പൊ ഇവിടുന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്ന ഇവിടുന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ശരിക്ക് ഈ ആരംഭിക്കുന്നത്. ഞാൻ പറഞ്ഞു പച്ച ലൈറ്റ് കാണും. അപ്പൊ ആ പച്ച ലൈറ്റുള്ള ഈ ഹജറുൽ അസ്വദിന്റെ അവിടുന്നാണ് ഇത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. അത് ആരംഭിക്കുമ്പോൾ പച്ച ലൈറ്റ് നമ്മൾ കണ്ട് അവിടെ നമ്മൾ ആരംഭിക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ആരംഭിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കാം. ഹജറുൽ അസ്വദ് ഒരാൾക്ക് മുത്താൻ സാധിച്ചു എന്ന് വിചാരിക്കാം. ഭയങ്കര തിരക്കാണ്. തിക്കും തിരക്കിയും ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കർമ്മങ്ങൾ ചെയ്യേണ്ടുന്ന ആവശ്യമില്ല. അതിലൂടെ ഒരു മനുഷ്യന്മാരുടെ ഒരു ശക്തി പ്രകടനമാണ് അവിടെ ഉണ്ടാവുക. നമുക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് പടച്ചോനോട് പ്രാർത്ഥിക്കാം എന്തെന്ന് പറഞ്ഞിട്ട് മനസ്സുകൊണ്ട് ഇങ്ങനെ പടച്ചോനെ തൊടാൻ പറ്റിയില്ല എന്നതാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? പിന്നെ അവിടുന്ന് ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഉയർത്തിയിട്ട് നമ്മൾ പറയേണ്ട കാര്യം. അതിനിടയ്ക്ക് ഒരു കാര്യം ഞാൻ പറയാം. മുത്താൻ ഞാൻ പറഞ്ഞില്ലേ, ഉമർ റളിയല്ലാഹു അൻഹു മുത്തി. ആ സമയത്ത് അവർ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? നീ ഒരു കല്ലാണെന്ന് എനിക്കറിയാം, നിനക്കൊരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ പറ്റില്ല. എന്റെ ലൗലാ അന്നി റഅയ്തു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക. നിന്നെ ഞാൻ പ്രവാചകൻ മുത്തിയതായിട്ട് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ മുത്തുമായിരുന്നില്ല എന്ന് പറഞ്ഞാൽ, പ്രവാചകൻ മുത്തിയത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ മുത്തുന്നത് എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഹജറുൽ അസ്വദിന്റെ അടുത്ത് നിന്ന് ആരംഭിച്ചിട്ട് ശേഷം
ഇങ്ങനെ തന്നെ അങ്ങ് പോരാ റൗണ്ട്. അപ്പൊ റൗണ്ട് നമ്മൾ എങ്ങോട്ടാന്ന് വിചാരിക്കണ്ട, നമ്മളവിടെ ഇറങ്ങി കൊടുത്താൽ പിന്നെ നമ്മൾ ഇങ്ങനെ അങ്ങ് പോവും. ഇങ്ങനെ എല്ലാവരുടെ കൂടെയും അതുണ്ടല്ലോ, നമ്മൾ ഇങ്ങനെ തന്നെ അങ്ങ് പോവും. ഒരു പേടി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വിചാരിക്കണ്ട, അതൊരു ഒഴുക്കാണ്. അപ്പൊ ഏത് ഭാഗമാണ്? ഇടതു ഭാഗത്താണ് കാബയുള്ളത്, ശരിയല്ലേ? ഇടതു ഭാഗത്ത് കാബയുള്ളത്. അങ്ങനെയാണ് തവാഫ്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഒരു പ്രാവശ്യം റൗണ്ട് ചെയ്തിട്ട് ഇവിടെ എത്തുകയാണെങ്കിൽ ഒരു തവാഫായി. മനസ്സിലായില്ലേ? ഹജറുൽ അസ്വദ് ടു ഹജറുൽ അസ്വദ് ഒരു തവാഫായി. അങ്ങനെ ആ ശേഷം നമ്മൾ ഈ പറഞ്ഞ ഇവിടെ എത്തുമ്പോണ്ടല്ലോ, അപ്പൊ നമ്മൾ ആദ്യം ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ ഉയർത്തിയിട്ട് ആരാണ് നമ്മൾ എന്ത് ആരംഭിക്കുന്നത്? തവാഫ് ആരംഭിക്കുന്നത്. ഇവിടുന്ന് തുടങ്ങി നമ്മൾ ഇങ്ങനെ പോന്നിട്ട്, അപ്പൊ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ റബ്ബിനോട് എന്തൊക്കെ പറയാനുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഖുർആൻ ഓതാം, തസ്ബീഹ് നടത്താം, തഹ്ലീൽ നടത്താം, പിന്നെ തഹ്ലീൽ നടത്താം, തക്ബീർ നടത്താം. ഇത് തുടങ്ങിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് നമ്മുടെ കാര്യം പടച്ചവനോട് പറയാനുള്ളത്, എല്ലാ ദുആകളും ഖുർആനിൽ വന്നിരിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, അതൊക്കെ ഹദീസിൽ വന്നിരിക്കുന്ന ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, അതൊക്കെ റബ്ബിൻ്റെ മുമ്പിൽ വെക്കാൻ പോവുകയാണ് നമ്മൾ. ചിന്തിക്കേണ്ട കാര്യം, ഒരു പ്രാവശ്യം അങ്ങോട്ട് പോയിട്ട് ഒരുപക്ഷെ നമുക്കെങ്ങാനും തിരിച്ചങ്ങോട്ട് പോകാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിനെക്കൊണ്ടല്ലേ എൻ്റെ നിസ്കാരം പടച്ചോനെ ഇതെൻ്റെ അവസാനത്തെ നമസ്കാരമാണെന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഓരോ ആളും നിസ്കരിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മളെ മനസ്സുകൊണ്ട് നമുക്ക് എന്തൊക്കെ ആദ്യം നമ്മളെ സ്വന്തം കാര്യം പറയുക പടച്ചോനോട്. സ്വന്തം കാര്യം നമുക്ക് എന്തൊക്കെ പറയാണ്ടാവും പടച്ചവനോട്? മനുഷ്യനാണ്, തെറ്റുപറ്റാത്ത ഒരു മനുഷ്യന്മാരും ലോകത്തിൽ ഉണ്ടാവില്ല. കുല്ലു ബനി ആദം ഖതാഊൻ. പക്ഷേ അവരിൽ ഏറ്റവും ഉത്തമനാരാന്നറിയോ? ആ തെറ്റുകൾ വന്നു പോയാൽ പശ്ചാത്തപിച്ച് മടങ്ങുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. അപ്പൊ തെറ്റുണ്ടാവാം, നമുക്ക് ചോദിക്കാനുണ്ടാവാം, മക്കളുടെ കാര്യം പറയാനുണ്ടാവാം, ഉമ്മയുടെ കാര്യം പറയാനുണ്ടാവാം, ഉപ്പയുടെ കാര്യം പറയാനുണ്ടാവാം. നമ്മുടെ കുടുംബത്തിൽ വസിയത്ത് ചെയ്തിരിക്കുന്ന ആളുകൾ ഉണ്ടാകും, ഒരുപാട് ആളുകൾ. അത് പറയണേ, ഇത് പറയണേ, നമ്മളെ പ്രത്യേകം ഓർമ്മ വരണേ എന്നൊക്കെ നമ്മൾ ഏറ്റുകഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കൽ എന്തായി? വാജിബായി. അപ്പൊ ആരുടെയെങ്കിലും പേര് വിട്ടുപോയി നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? പടച്ചോനെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരുടെ മനസ്സിന്റെ എല്ലാ മുറാദുകളും നീ ഹാസിലാക്കണമേ അല്ലാഹുവേ, നീ കബൂൽ ചെയ്യണമേ അല്ലാഹുവേ, നീ സ്വീകരിക്കണമേ അല്ലാഹുവേ. ഇന്നേരത്തിൽ ഇന്ന മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പടച്ചോനെ അവൻ്റെ ആ മുറാദുകൾ നീ ഹാസിലാക്കണമേ, ആ കുട്ടിയുടെ അസുഖം, ആ ജോലിയുടെ കാര്യം, ഇന്നിന്ന കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിലിങ്ങനെ വരിക, കൊണ്ടുവരുന്നു നമ്മൾ ഓരോ ആളുകളും. നമുക്ക് എന്ത് ചെയ്യാം? ദിക്റുകളും ദുആകളുമായി കൊണ്ട് ആ റബ്ബിനെ ആ വലയം ചെയ്യുന്ന അവസ്ഥ എന്തായി? ഒരു റൗണ്ട് കഴിഞ്ഞു, രണ്ടാമത്തെ ഒരു റൗണ്ട് കഴിയുമ്പം ഒന്നാമത്തെ റൗണ്ടിൽ നമ്മൾ ഇവിടുന്നാണ് തുടങ്ങിയത്. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ പോന്നിട്ട് ഇവിടാണ് റുക്നുൽ യമാനി എന്ന് പറയുക. എന്തിൻ്റെ? ഹജറുൽ അസ്വദിൻ്റെ തൊട്ട് മുമ്പിലുള്ള മൂല. അവിടെ എത്തുമ്പം റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എവിടം വരെ എന്നറിയോ നിങ്ങൾ? ഇവിടം വരെ. ഏത് വരെ? ഹജറുൽ അസ്വദ് വരെ. അപ്പം എന്തായി? ഈ എവിടെ എത്തിപ്പെടുന്നത്? ഇവിടെ നമ്മൾ നേരത്തെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്നാ പറഞ്ഞത്. ഇപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ മതി. റെഡി? പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇയാൾക്ക് എല്ലാ ദിക്റും ദുആകളും ചെയ്യുന്നു. ഇങ്ങനെ 7 പ്രാവശ്യം പൂർണ്ണമാക്കണം. എന്ത്? തവാഫ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വിചാരിക്കുക നമുക്ക് മറന്നു പോയിന്ന്.
മൂന്നാണോ സംശയം, നാലാണോ എന്നൊരു സംശയം ഉണ്ട് എന്ന് വിചാരിക്കുക. അങ്ങനെ മൂന്നാണോ സംശയമെങ്കിൽ നാല് സംശയം. ഉറപ്പുള്ള ഒരു കാര്യം ഉണ്ടല്ലോ, എത്രയാ ഉറപ്പ്? ഉറപ്പെത്രയാ? 3 ഉറപ്പാണ്. 3ഓ 4ഓ എന്നാണ് സംശയം. എങ്കിൽ എവിടെ പിടിക്കുക? ഉറപ്പുമ പിടിക്കുക എന്ന് പറഞ്ഞാൽ 3 പിടിക്കുക. കിട്ടില്ലേ? അതിൻ്റെ ഇടയ്ക്ക് എങ്ങാനും ഒളു നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചാൽ നമ്മൾ പോയിട്ട് എന്ത് ചെയ്യുക? ഒന്നെടുത്ത് വന്നിട്ട് ആ കർമ്മങ്ങൾ വീണ്ടും ബാക്കി തുടരുക. അതിനിടയ്ക്ക് ജമാഅത്ത് നമസ്കാരം ആരംഭിച്ചു എന്ന് വിചാരിക്കുക. അവിടെ നമസ്കരിക്കുന്ന നമ്മൾ അല്ലേ? അപ്പൊ നോക്ക് നിങ്ങൾ, ഇവിടെ നിൽക്കുന്ന മനുഷ്യർ ഇങ്ങോട്ടായിരിക്കും, ഇവിടെ നിൽക്കുന്ന മനുഷ്യർ അവിടെ ഇങ്ങനെ ആയിരിക്കും, ഇവിടെ നിൽക്കുന്ന മനുഷ്യർ ഇങ്ങനെയായിരിക്കും, ഇവിടെ നിൽക്കുന്ന മനുഷ്യർ ഇങ്ങനെയായിരിക്കും. കണ്ടോ നിങ്ങൾ? അപ്പൊ എങ്ങനെയാ ഉണ്ടാവുക നമ്മളെ സ്വപ്പ്? സ്വപ്പ് എങ്ങനെയായിരിക്കും? റൗണ്ടിലായിരിക്കും നമ്മുടെ സ്വപ്പ് അല്ലേ? അവിടെ എങ്ങനെയായിരിക്കും അല്ലേ? സപ്പോസ് വിചാരിച്ചു നോക്കൂ നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തായി? അങ്ങനെ നമസ്കാരം ജമാഅത്തെങ്ങാനും തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഉടനെ ജമാഅത്ത് പങ്കെടുക്കുക, നമസ്കരിക്കുക, പ്രാർത്ഥിക്കുക. ശേഷം ബാക്കി എന്ത് ചെയ്താൽ മതി? തവാഫ് പൂർണ്ണമാക്കിയാൽ മതി. എത്ര പ്രാവശ്യമാണ്? എത്ര എണ്ണാണ്? 7 പ്രാവശ്യം തവാഫ്. എവിടുന്നാ തുടങ്ങുക? ഹജറുൽ അസ്വദ്. എവിടെ വെച്ചാ അവസാനിക്കുക? ഹജറുൽ അസ്വദ്. ഈ മൂലന്റെ പേരെന്തായിരുന്നു? തൊട്ട് മുമ്പത്തെ റുക്നുൽ യമാനി. അവിടുന്ന് അങ്ങോട്ടാ ചെല്ലേണ്ടത്. എന്ത്? റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആ സമയത്ത് നടക്കുമ്പം പുരുഷന്മാർ കുറച്ച് സ്പീഡിൽ നടക്കണം. 3 റൗണ്ടിൽ പുരുഷന്മാർ കുറച്ച് സ്പീഡിൽ നടക്കണം. സ്ത്രീ സാധാ രൂപത്തിൽ എന്ത് ചെയ്താൽ മതി? അതിനാണ് റമൽ എന്ന് പറയുന്നത്. ആ നടത്തത്തിന്റെ പേരാണ് റമൽ. അത് സുന്നത്തായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ ഞാൻ പറഞ്ഞ ദിക്റുകളും ദുആകളും നമുക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളും അസ്തഗ്ഫിറുല്ലാഹ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ റസൂല് പറഞ്ഞ ഞാൻ ഒരു ദിവസം ഞാൻ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്താറുണ്ട് പടച്ചവനോടുന്ന. ഇതിന്റെ കർമ്മത്തിന്റെ അടക്കല്ല. ഒരു ദിവസം ഞാൻ 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ നടത്താറുണ്ട് എന്നാണ് പ്രവാചകൻ പഠിപ്പിക്കുന്നതെങ്കിൽ വിശ്വാസികളെ നമ്മൾ എത്ര പ്രാവശ്യം, ഹാജിമാരെ നമ്മൾ എത്ര പ്രാവശ്യം പറയണം ഇസ്തിഗ്ഫാർ? നമ്മൾ ആലോചിച്ച് നോക്കാം. അപ്പം നമ്മൾ പറഞ്ഞത് ഇപ്പോൾ എന്ത് പൂർണ്ണമായി? നമ്മുടെ തവാഫ് പൂർണ്ണമായി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ഒരു 2-3 പ്രാവശ്യം പോയപ്പോൾ എനിക്ക് ബോധ്യ ഒരു കാര്യമുണ്ട്. നമ്മൾ ഇതിനോട് തന്നെയാണ് ഇങ്ങനെ പോകുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ തന്നെയാ, ജസ്റ്റ് അടുത്തൊന്നും കിട്ടിയിട്ടൊരു സെൻറ്ററിലാണ് ഇങ്ങനെ വിചാരിക്കുക. നമ്മളിങ്ങനെ സെൻറ്ററിലാണ് ഇങ്ങനെ തവാഫ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലാസ്റ്റ് 7ാമത്തെ റൗണ്ടിൽ നമ്മൾ ഒഴിയണ്ടേ? അവിടുന്ന് 7 അവസാനിക്കണ്ടേ? എവിടുന്ന് ഒഴിയുക? ഇവിടുന്ന് ഒഴിയുക. അപ്പൊ സമയത്ത് ഇവിടുന്ന് എന്ത് ചെയ്യാറിയോ? ഇവിടുന്ന് തന്നെ നമ്മൾ കുറച്ചും കൂടി ഒന്നിങ്ങനെ നടത്തം ഇങ്ങനെ എങ്ങോട്ടാക്കി കൊണ്ടുവരിക. എന്നിട്ട് അങ്ങ് ഒഴിയാനുള്ള രൂപം അതിൻ്റെ മുമ്പത്തെ സെഫ് റൗണ്ട് തന്നെ തുടങ്ങിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്നാപ്പാ അല്ലാണ്ട് നമ്മൾ അവിടെ തന്നെയാണ്. ഒരു കൂട്ടം ഒന്നായിട്ട് വന്നാൽ ഒരു പക്ഷേ നമുക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ പറ്റില്ല. ക്രോസിംഗ് ഇല്ല അങ്ങനെ, കാരണം മനുഷ്യന്മാരെ നടക്കല്ലേ. അപ്പൊ എന്ത് ചെയ്യുക? കുറച്ചുകൂടി വിട്ടിട്ട് ഇങ്ങനെ അതിങ്ങനെ പോന്നിട്ട് അങ്ങോട്ട് ഹജറുൽ അസ്വദിന്റെ അവിടേക്ക് ഒഴിയാൻ നല്ല സുഖമായിരിക്കും. അപ്പം നമ്മൾ തിക്കുണ്ടാക്കണ്ട, തിരക്കുണ്ടാക്കണ്ട, ഒന്നും വേണ്ട. അപ്പൊ കിട്ടില്ലേ? എന്താ അപ്പം നമ്മൾ പറഞ്ഞത്? തവാഫ് എത്ര പ്രാവശ്യമാണ്? 7 പ്രാവശ്യം. എവിടുന്നാ തുടങ്ങുന്നത്? ഹജറുൽ അസ്വദ്. എവിടെയാണ് അവസാനിക്കുന്നത്? അതിന്റെ മുമ്പത്തെ മൂലന്റെ പേരെന്തായിരുന്നു? റുക്നുൽ യമാനി അല്ലേ? അവിടുന്ന് അങ്ങോട്ടാണ് എന്ത് പ്രാർത്ഥിക്കുന്നത്? റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ശേഷം എന്ത് ചെയ്യാന്നറിയോ? നമ്മൾ സാധാരണ രൂപത്തിൽ വസ്ത്രം, നേരത്തെ പറഞ്ഞ രൂപത്തിൽ വസ്ത്രമാക്കും പുരുഷന്മാർ. ഇൽത്തിബാ ഒഴിവാക്കി ശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വസ്ത്രം ഇടുന്നു. മഖാം ഇബ്രാഹിം എന്ന് പറയുന്ന അവിടുന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ശേഷം
മക്കാം ഇബ്രാഹിം കണ്ടിട്ടില്ലേ? ഒരു കൂടിങ്ങനെ സ്വർണം കൊണ്ടിങ്ങനെ കണ്ടിട്ടില്ലേ അല്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ പടുത്തുയർത്തിയപ്പോ അവിടെ കാല് വെച്ചാണ് ഇബ്നു കസീർ റഹിമഹുള്ള പറയുകയാണ്, ആ കാലിന്റെ അടി എവിടെയുണ്ട്? ഈ മക്കാം ഇബ്രാഹിമിന്റെ ഉള്ളിലുണ്ട് എന്നാ. ആ മക്കാം ഇബ്രാഹിമിനെ പോയിട്ട് ആരും മൊത്തണ്ട, തൊടുവൊന്നും വേണ്ട. ചില മനുഷ്യന്മാർ അന്ധവിശ്വാസത്തിന്റെ കാരണത്താൽ ഒന്നായിട്ട് അയിമപ്പോയി വീണ് ചുംബിച്ച് പൊത്തിപ്പിടിച്ച്, ആടൊന്നും പൊത്തിപ്പിടിക്കാൻ ആരും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ അതിൻ്റെ പിന്നിലോ ഒരു പക്ഷേ സ്ഥലം കിട്ടിയിട്ടില്ലെങ്കിൽ എന്തായിരിക്കണം? നമ്മൾ ഉള്ള സ്ഥലങ്ങളിലോ വെച്ചിട്ട് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ആ 2 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഒന്നാമത്തെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. സൂറത്തുൽ കാഫിറൂനോ. രണ്ടാമത്തേൽ എന്തോ ഓതുക? ഖുൽ ഹുവല്ലാഹു അഹദ്. സൂറത്തുൽ ഇഖ്ലാസ് ഓതുക. 2 റക്അത്ത് മനസ്സറിഞ്ഞ് നിസ്കരിക്കുക. എന്നിട്ടോ സലാം വീട്ടുക. സലാം വീട്ടി കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ കഅബയിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ പ്രാർത്ഥിക്കാനുള്ള എല്ലാ കാര്യവും റബ്ബിനോട് പറഞ്ഞ് കരഞ്ഞ് തേടി പ്രാർത്ഥിക്കുക. ശേഷം വയറ് നിറയെ സംസം വെള്ളം കുടിക്കുക. ഇപ്പുറത്തന്നെ ഉണ്ടാവും, അതിങ്ങനെ ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് തണുത്തത് വേണോ? തണുത്തത് ഉണ്ടാവും. ഒരാൾക്ക് എന്താ വേണ്ടി? സാധാ മതിയെങ്കിൽ സാധാ ഉണ്ടാവും. ഗ്ലാസ് അവിടെ വെച്ചിട്ടുണ്ടാവും. ഒരു അട്ടിയിൽ ഇങ്ങനെ അത് ഗ്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇടാനുള്ളൊരു എന്തുണ്ടാവും? ഒരു പാത്രവും ഉണ്ടാവും. സംസം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് അള്ളാഹിനോട് ചോദിക്കാനുള്ളത് ചോദിക്കാൻ മറക്കണ്ട. സംസം വെള്ളം കുടിക്കുമ്പം എന്താണോ നമ്മുടെ മനസ്സിൻ്റെ ആഗ്രഹം, പ്രതീക്ഷ, ആ സമയത്ത് ഈ വെള്ളം കുടിക്കുമ്പം എന്താണോ മനസ്സിൻ്റെ തേട്ടം, ആ തേട്ടം പടച്ചവൻ കബൂൽ ചെയ്യുന്ന. മാഷാ അല്ലാഹ്. അപ്പൊ ഇഷ്ടം പോലെ കുടിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ സഅയിന് വേണ്ടി പോവുകയാണ്. സഅയി എന്ന് പറഞ്ഞാൽ സഫയുടെയും മറയുടെയും ഇടയ്ക്കുള്ള നടത്താണ്, ഓട്ടം. സൈദറ നടത്തം. ആര് നടന്നാന്ന് ഓർമ്മണ്ട? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ആരോന്നിനെ എവിടെയായി? മക്കത്ത്, ആൾപ്പാർപ്പില്ലാത്ത മക്കത്താക്കി. ഓർമ്മല്ലേ? എന്നിട്ടോ കുട്ടിക്ക് വെള്ളത്തിന് ദാഹിച്ചു. ആരാ കുട്ടി? ഇസ്മായിൽ അലൈഹിസ്സലാം. ആ സമയത്ത് ഇസ്മായിൽ നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? ഇബ്രാഹിം നബി ഈ ഹാജറ എന്ത് ചെയ്തു? അവിടെ എവിടെയെങ്കിലും വെള്ളമുണ്ടോ നോക്കാൻ വേണ്ടി സഫാ കുന്നിൻ്റെ മുകളിൽ കയറി അവിടുന്ന് നടന്ന് ഓടിയിട്ട് മർവ കുന്നിൻ്റെ മുകളിൽ കയറി. സഫ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ചെറിയൊരു കുന്നായിട്ട്. പക്ഷെ ഇപ്പം ഞാൻ മുമ്പ് പോയപ്പോൾ മർവ അവിടെ ഉണ്ടായിരുന്നു, ഒരു കുന്നായിട്ട്. ഇപ്പം ആ കുന്നൊക്കെ തട്ടി നിരത്തിയിട്ടുണ്ട്. സഫ മർവ. അങ്ങനെ നമ്മൾ സഫന്റെ അടുത്ത് എത്തിയാൽ നമുക്ക് അവിടുന്ന് ഓതാനുള്ള ഒന്നാമത്തെ ആയത്താണ് ഇന്ന സഫാ വൽ മർവത മിൻ ശആയിരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇതമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ വമൻ തതവ്വ ഖൈറൻ ഫഇന്നല്ലാഹ ശാകിറുൻ അലീം എന്ന് പറഞ്ഞ സൂറത്ത് ബഖറയിലെ 158-ാമത്തെ ആയത്ത് അവിടുന്ന് ഓതുക കഅബയിലേക്ക് തിരിഞ്ഞിട്ട്. നമ്മൾ പറയുന്ന എവിടെ ഉണ്ടാവും? നമുക്ക് അമീർ ചൊല്ലിത്തരും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കിട്ടുന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൻ്റെ അകത്ത് എന്തുണ്ട്? ഈ പ്രാർത്ഥന ഉണ്ട്. ബൈഹാട്ടുള്ള ആളുകൾ ഉണ്ടാകും ഒരുപക്ഷെ. ഇന്ന സഫാ വൽ മർവത മിൻ ശആയിരില്ലാഹ്. സഫയും മർവയും അള്ളാഹുവിൻ്റെ 2 അടയാളങ്ങളിൽ പെട്ടതാണ് എന്നാ. ഫമൻ ഹജ്ജൽ ബൈത, ആരെങ്കിലും ഹജ്ജ് ചെയ്യുകയാണ്, അവീ തമറ അല്ലെങ്കിൽ ഉംറ ചെയ്യുകയാണ്, ഫലാ ജുനാഹ അലൈഹി അൻ യത്തഫ ബിഹിമാ, അവയിലൂടെ പ്രദക്ഷിണം നടത്തുന്നതിൽ തെറ്റില്ല. വമൻ തതവ്വ ഖൈറൻ, ആരെങ്കിലും
ആ സൽക്കർമ്മം സ്വയം ചെയ്യുകയാണെങ്കിൽ ഫഇന്നല്ലാഹ ഷാക്കിറുൻ അലീം, അള്ളാഹു അറിയുന്നവനാണ്, അള്ളാഹു ശുക്റുള്ളവനാണ്. അപ്പൊ കിട്ടിയില്ലേ? സൈ തുടങ്ങുമ്പം എന്താ പറയേണ്ടത്? ഇന്ന സ്വഫ എന്ന് പറഞ്ഞ ആയത്ത് ഓർമ്മ വരിക. അവിടുന്ന് ശേഷം നമ്മൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനുണ്ട്. ആ പ്രാർത്ഥന നമ്മളെ പുസ്തകത്തിലുണ്ട്. ഞാനൊന്ന് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമൽ അഹ്സാബ വഹ്ദ എന്ന് പറയുന്ന ആ പ്രാർത്ഥന അവിടുന്ന് ഖിബിലക്ക് നേരെ തിരിച്ച് 3 പ്രാവശ്യം പ്രാർത്ഥിക്കുക. ആദ്യം നമ്മൾ ഇന്ന സഫ വൽ മർവ എന്ന് പറഞ്ഞ ആയത്തോതി, പിന്നെ ഈ പുസ്തകത്തിലുള്ള ഈ പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യുക? അത് പ്രാർത്ഥിക്കുക. ശേഷം നമ്മൾ തുടങ്ങുകയാണ്. അതാണ് സഅയി. എവിടേക്കാണ് നമ്മൾ പോകുന്നത്? മറവയിലേക്ക്. അവിടെ തുടങ്ങിയിട്ട് മറവയിലെത്തിയാൽ 1 പ്രാവശ്യമായി, 1 നടത്തായി. അങ്ങനെയാണെങ്കിൽ 7 നടത്തം നടക്കണമെങ്കിൽ എവിടെ അവസാനിക്കാന്നറിയോ? സഫ ഓർ മർവ? മർവ, മർവയിലാണ് അവസാനിക്കുക. 1 സഫ എവിടം വരെ മറന്നു? മറവയിൽ അവസാനിച്ചു. തിരിച്ചിങ്ങോട്ട് 2, 3, 4, 5, 6, 7 അവിടെ അവസാനിക്കും. എവിടെ? മറവയിൽ അവസാനിക്കും. അതിൻ്റെ അടുത്തൊരു പച്ച ലൈറ്റുള്ള സ്ഥലമുണ്ട്, കാണാം. പച്ച അടിക്കും. അത് ഏടുന്ന ചെല്ലൽ നോക്കരുത്, പച്ച അടിക്കും. ആ സമയത്ത് പുരുഷന്മാർ കുറച്ച് സ്പീഡിൽ എന്ത് ചെയ്യണം? ഓടണം. സ്ത്രീകൾ സാധാരണ നടന്നാൽ മതി. അവിടെ എത്തിക്കഴിഞ്ഞാൽ, മറവയിലെത്തിയാൽ നമ്മൾ പറഞ്ഞോളാം, ഈ പറഞ്ഞ പ്രാർത്ഥന ഒക്കെ പ്രാർത്ഥിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് അങ്ങ് നടക്കുമ്പോൾ എന്തൊക്കെ ദിക്കറുകളാണോ അറിയാവുന്നത് ആ ദിക്കറുകളും, നമ്മൾ ഏത് ഭാഷയാണ്, ആ പടച്ചോന് ഭാഷയല്ലല്ലോ, ഏത് ഭാഷയും അറബി തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് എന്താണ് പറയാൻ പറ്റുക അത് പറയുക. പക്ഷെ പറയാൻ പറ്റുന്നില്ല, മനസ്സുകൊണ്ടാണ് തേടുന്നെങ്കിൽ ആ തേടുന്ന കാര്യം അത് പറയുക. എന്തൊക്കെ ആഗ്രഹങ്ങളും പ്രതീക്ഷകളും ആയിട്ടോ നമ്മൾ അവിടെ പോകുന്നതെന്നറിയാം. അതൊക്കെ പടച്ചോനോട് ചോദിക്കാം. ഇതാണ് സഅയി എന്ന് പറഞ്ഞാൽ. കിട്ടില്ലേ? തവാഫ് എന്തായിരുന്നു? ചുറ്റല്. സഅയി എന്ന് പറഞ്ഞാൽ നടക്കല്. ഇങ്ങനത്തെ കുറെ കർമ്മങ്ങളാ ഉംറ എന്ന് പറഞ്ഞ. ഹജ്ജ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ രാപ്പാർക്കുന്നതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇതല്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് നമ്മൾ പോകേണ്ടതില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞു, തവാഫ് എന്ന് പറഞ്ഞാൽ വട്ടത്തിൽ ഇങ്ങനെ നടക്കുക, സഅയി എന്ന് പറഞ്ഞാൽ നീളത്തിൽ ഇങ്ങനെ നടക്കുക. ഇതൊക്കെയാണ് എന്തുള്ളത്? കുറെ പ്രാർത്ഥിക്കുക, കുറെ കർമ്മങ്ങൾ ചെയ്യുക. ഇപ്പൊ നമ്മൾ എവിടെയാണുള്ളതെന്ന് അറിയോ? മറവേല്. എത്ര പ്രാവശ്യമായി? 7ാമത്തെ പ്രാവശ്യം. അവിടുന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, പുരുഷനാണെങ്കിൽ മുടി വടിക്കുക. എന്നോടിപ്പം എന്തോ തോന്നിയോ? ഞാനുള്ള സ്റ്റൈലൊക്കെ പോയി തോന്നിയില്ല എപ്പോ അല്ലേ? ആ സ്റ്റൈല് പോക്കലാണ് പ്രവാചകന്റെ സുന്നത്ത്. അവർക്ക് വേണ്ടിയിട്ടാണ് പ്രവാചകൻ 3 പ്രാവശ്യം പ്രാർത്ഥിച്ചത്. മുഹല്ലിങ്ങൾക്ക് വേണ്ടിയിട്ട്. മുഹല്ലിഖീൻ, അല്ലാഹുമ്മ ബാരിക് അലൽ മുഹല്ലിഖീൻ, മുഹല്ലിങ്ങൾക്ക് നീ ബർക്കത്ത് കൊടുക്കണേ എന്ന് പറയുന്ന പ്രവാചകന്റെ പ്രാർത്ഥന അപ്പോഴാണ്. 3 പ്രാവശ്യം പ്രവാചകൻ പ്രാർത്ഥിച്ചു. നബിയെ ഞമ്മക്കും കിട്ടൂലേ എന്ന് ചോദിച്ചു. ആ കിട്ടും, 1 പ്രാവശ്യക്കാർക്ക് അങ്ങക്കും ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്താ ഇതിന്റെ അർത്ഥം? 3 പ്രാവശ്യം. എന്താണ് നല്ലത്, ഉത്തമം? മൊട്ടയടിക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങക്ക് പിന്നെ മൊട്ടയടിക്കാൻ പറ്റുകയാണെങ്കിൽ എന്താണ് അല്ലേ? മൊട്ടയടിക്കുക. കഴിയുന്ന ആളുകളും. സ്ത്രീ ആണെങ്കിൽ നമ്മൾ ഈ വിരലിന്റെ അത്ര നീളത്തിൽ എന്ത് ചെയ്യുക? മുടിയുടെ ഭാഗം മുറിച്ചളയുക. സൈഡിൽ നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും, ഒരു വേസ്റ്റ് പാത്രം ഉണ്ടാവും. നമ്മളെടുത്ത് കത്രി ഉണ്ടെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് മറ്റാൾ എന്ത് ചെയ്യുക? ഇത്ര വിരലിന്റെ അത്ര കണക്കാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ആ വേസ്റ്റിലേക്ക് അങ്ങ് ചാടിയേക്കുക. ഒരു കത്രി നമ്മളെ കൈമേൽ ഉണ്ടായാൽ മതി. കിട്ടില്ലേ? ഇതോടുകൂടി എന്ത് പൂർണ്ണമായി എന്നറിയോ? നമ്മുടെ ഉംറ പൂർണ്ണമായി. ഇതുവരെ
ചില കാര്യങ്ങൾ നമുക്ക് അനുവദനീയമല്ലായിരുന്നു. ആ അനുവദനീയമല്ലാത്ത കാര്യങ്ങളൊക്കെ ഇപ്പൊ ഹലാലാവാൻ പോവുകയാണ്. എന്തോടുകൂടി? തഹല്ലുലോടുകൂടി. ഉംറേന്ന് വിരമിക്കുന്നതിനാണ് എന്ത് പേര് പറയാ? തഹല്ലുൽ. വിരമിക്കുക, തഹല്ലുൽ. അപ്പൊ കിട്ടില്ലേ? ഇതാണ് നമ്മുടെ ഉംറ എന്ന് പറഞ്ഞ. ഈ ഉംറ ആർക്കെങ്കിലും പ്രയാസമായി തോന്നിയിട്ടുണ്ടോ? ഒന്നും തോന്നിയിട്ടില്ല. മാഷാ അല്ലാഹ്. ഇനി നമ്മൾ മനസ്സിലുണ്ടാവേണ്ടത് അവിടെ എത്താൻ വേണ്ടി പ്രാർത്ഥിക്കലാണ്. രണ്ടാമത്തത് കബൂൽ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കലാണ്. കർമ്മങ്ങൾ ആഫിയത്തോടെ ചെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കലാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. ഇനി നമ്മൾ മനസ്സിലൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി അവിടെ എത്താൻ നമ്മൾ അവിടെ എത്താൻ തേടുക. എത്തിയിട്ട് കർമ്മങ്ങൾ അത് ചെയ്യാൻ വേണ്ടി തേടുക. ആ ചെയ്തിരിക്കുന്ന കർമ്മങ്ങൾ പടച്ചോൻ കബൂലാക്കാൻ വേണ്ടി തേടുക. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി കഅബ പടുത്തുയർത്തി. അവരെന്താ പ്രാർത്ഥിച്ചെന്നറിയോ? റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചോനെ നമ്മിൽ നിന്നും സ്വീകരിക്കണമേ അല്ലാഹുവേ എന്നാണ് ആര് പ്രാർത്ഥിച്ചത്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമും പ്രാർത്ഥിച്ചത്. ആ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയാവുക. ഞാൻ നിർത്തുകയാണ്. പടച്ചോൻ നമ്മൾ അവിടേക്ക് എത്തിയിട്ട് കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോവുകയാണെങ്കിൽ നമുക്ക് വിചാരിക്കാൻ പോലും പറ്റൂല. ഒരു സ്വഹാബിയുടെ ചരിത്രം മാത്രം അവസാനമായി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അത്താഉ സലമി എന്ന സ്വഹാബിന്റെ പേര്. അത്താഉ സലമി റഹിമഹുല്ലാ. അവര് നമ്പർ 1 നെയ്ത്തുകാരനാണ്. നമ്പർ 1 നെയ്ത്തുകാരനും. അയാളൊരു സാധനം നെയ്ത് കൊണ്ടുപോയി വെച്ചാൽ ഒരാളും കുറ്റം പറയൂല. പക്ഷേ ഒരു ദിവസം ഒരു പുതപ്പ് നെയ്ത് കൊണ്ടുപോയി വെച്ചപ്പം ജനങ്ങൾ പറഞ്ഞു, അത്തായെ നിന്റെ പുതപ്പ് ശരിയായിട്ടില്ലടാ എന്ന് പറഞ്ഞു. നിന്റെ ഊടും പാവും ശരിയായിട്ടില്ല, കളറിങ് കോമ്പിനേഷൻ ശരിയായിട്ടില്ല, അത് ശരിയില്ല, ഇത് ശരിയില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയാൻ തുടങ്ങിയപ്പം അത്താഉ സലമി റഹിമഹുല്ല കരയാൻ തുടങ്ങി. അപ്പൊ ജനങ്ങൾ പറഞ്ഞു, അത്തായ നീ കരയണ്ട, നിന്റെ പുതപ്പ് ഞങ്ങൾ വാങ്ങും, ഞങ്ങൾ പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത്താഉ സലമി റഹിമഹുല്ല എന്താ പറഞ്ഞെന്നറിയാ? ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്, നോമ്പെടുത്തിട്ടിരിക്കുന്നു, കർമ്മങ്ങൾ ചെയ്തിരിക്കുന്നു, ഉംറയുണ്ട്, കർമ്മങ്ങളുണ്ട്, മറ്റു എല്ലാ കാര്യങ്ങളും ഉണ്ട്. എനിക്ക് നിങ്ങളെങ്ങാനും ഞാനെങ്ങാനും അള്ളാന്റെ മുമ്പിലെത്തുമ്പോൾ നിങ്ങളെങ്ങാനും പറഞ്ഞ രൂപത്തിൽ അള്ള പറയാണ്, അത്തായെ നിന്റെ നിസ്കാരം ശരിയായിട്ടില്ല, ഉംറ ശരിയായിട്ടില്ല, ഹജ്ജ് ശരിയായിട്ടില്ല, കർമ്മങ്ങൾ ശരിയായിട്ടില്ല എന്നെങ്ങാനും എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുക എന്നോർത്തുകൊണ്ടാണ് കരയുന്നത്, അല്ലാണ്ട് നിങ്ങൾ വാങ്ങിയെന്നുള്ള പ്രശ്നം കൊണ്ടല്ല. അപ്പം നമ്മൾ ചിന്തിക്കുക, ഇതുവരെ എടുത്തിരിക്കുന്ന നമ്മുടെ എല്ലാ അമലുകളും പടച്ചോൻ കബൂൽ ചെയ്തിട്ടുണ്ടാകുമോ? ഇല്ലെങ്കിൽ മനസ്സറിഞ്ഞ് കബൂൽ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. തിരിച്ചു പോരുമ്പോ ഇന്നലെയിൽ അങ്ങോട്ട് പോയ മനുഷ്യനല്ല, തിരിച്ചു പോരുമ്പോൾ നമ്മൾ ഒരു പുതിയൊരു മനുഷ്യനായിക്കൊണ്ട് തിരിച്ചു വരാൻ നമുക്ക് ഓരോ ആളുകൾക്കും സാധിക്കാം. എന്നെ കണ്ട കണ്ണുകൾക്ക്, കേട്ട കാതുകൾക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നു. അവിടെ എത്തുമ്പം ഈ ക്ലാസ് എടുത്ത് എനിക്ക് കൂടിയും. പേര് അബ്ദുൽ ജബ്ബാർ, സ്ഥലം ബാലുശ്ശേരി, കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ്. മകളടുത്തേക്ക് വന്നതാണ്. അൽഹംദുലില്ലാ ഇവിടെ എത്തിയേരം ഒരു ഉംറക്ക് പോകാനുള്ള ചാൻസ് കിട്ടി. അങ്ങനെ ശേഷം ഇപ്പോൾ അൽഹംദുലില്ലാ നിങ്ങളെ കാണാൻ, സംവദിക്കാൻ പടച്ചവൻ്റെ ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ ദുആകളിൽ ഞാനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും, ഇവരൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സാധനം കിട്ടും വിചാരിച്ച് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും കിട്ടും വിചാരിച്ച് നിൽക്കുന്നവരല്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ ഇസ്ലാഹി ഇവിടെയുള്ള ലക്തയിലുള്ള ഇവിടെയുള്ള സജീവമറ്റ ജീവുറ്റ പ്രവർത്തകന്മാരാണ് ഇവരൊക്കെ. അപ്പം അവരും നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണം മാത്രം അപേക്ഷിച്ചുകൊണ്ട് റഹ്മാനായ റബ്ബ് നമുക്ക് സുന്ദരമായ അമലുകൾ പടച്ചവൻ കബൂൽ ചെയ്യുന്ന ആഫിയത്തുള്ള ഒരു നല്ല ഉംറ തിരിച്ചു പോകാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ,
دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين 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 برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.